ഇൻ കേസ് ബ്രോയ്ക്ക് ഒരു എക്സ്ട്രാ ഫേർണിച്ചേഴ്സോ എന്തെങ്കിലും കോസ്മെറ്റിക് റീഫർബ് വേണമെങ്കിലും ട്യൂട്ടറി ഓർ റെഗുലേറ്ററി കൺസേൺസ്. അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഓക്കെ, ഇപ്പം ബ്രിട്ടീഷ് സിറ്റിസൺസ് അല്ലാതെ വേറെ ആർക്കാ ഗ്യാരണ്ടി പറയാൻ പറ്റുന്നത് അവിടെ? സ്റ്റിൽ ഇഫ് ദ ലാൻഡ് ലോഡ് പുൾസ് ഔട്ട്, അല്ലെങ്കിൽ ലാൻഡ് ലോഡ് പകുതി വെച്ച് വേഴ്സ്റ്റ് കേസ് ഒരു 10% എങ്കിലും സോഴ്സ് ചെയ്യണമെങ്കിൽ നമുക്ക്. സോ നമ്മൾ 1% ക്ലബിലെ സ്റ്റുഡൻറ്റ് കൊണ്ടുവന്ന ഒരു ഡീല് അനലൈസ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ. സോ ആ ഡീല് വർക്കൗട്ട് ആവുമോ അത് എനിക്ക് ഓൾറെഡി കണ്ടുപിടിച്ച് ഞങ്ങൾ ചെക്ക് ചെയ്തായിരുന്നു. ആ ഡീല് സ്റ്റാക്കപ്പ് ആവുന്നുണ്ട്, കുഴപ്പമില്ല, അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, ഡീസൻറ്റ് ലൊക്കേഷനുമാണ്, സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലുള്ള ലൊക്കേഷനാണ്. സോ നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു ഡീൽ അനാലിസിസിൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു. ഹലോ ഹലോ ബ്രോ, ഒരു യെസ്, ഞാൻ ഒന്ന് സ്ക്രീൻ റെക്കോർഡിംഗ് ഓൺ ചെയ്യട്ടെ. കാണുന്നുണ്ടോ? ഓക്കെ, ഞാൻ സ്പ്ലിറ്റ് സ്ക്രീൻ ആക്കുന്ന കുഴപ്പമില്ല. യെസ് ബ്രോ, പറഞ്ഞോ. യെസ്, സുഖമാണ്, തിരക്കാണ്, അത്രയേ ഉള്ളൂ. ആളായിട്ട് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് സംസാരിക്കും ആളായിട്ട്, ലാൻഡ് ലോഡായിട്ട്. അപ്പൊ നമ്മൾ അയച്ച കോൺട്രാക്ടിന് അയാൾക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ മീൻസ് കുറച്ച് അയാൾ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളെ. അയാൾക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് അല്ല, നമ്മുടെ സാമ്പിള് ഞാൻ ആ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കട്ടെ. കാണുന്നില്ലല്ലോ? കാണുന്നില്ലേ? ഇല്ലല്ലോ. കാണുന്നില്ലല്ലോ. ഒരു മിനിറ്റ്. അപ്പോൾ കാണിച്ചു. ഇതാണ് നമ്മൾ അയച്ചു കൊടുത്ത ടെംപ്ലേറ്റ്സ്. നമ്മൾ ഇത് ഞാൻ ആ റിസോഴ്സസ് സെക്ഷനിൽ ഇട്ടിരുന്ന കോൺട്രാക്റ്റ് ആണോ അതോ ഞാൻ ഇന്ന് വാട്സാപ്പിൽ അയച്ച കോൺട്രാക്റ്റ് ആണോ? റിസോഴ്സിൽ ഇട്ട കോൺട്രാക്ട്. ഓക്കെ ഓക്കെ, പറഞ്ഞോ. അപ്പൊ ഈ 7 days ഓഫ് റെസിപ്റ്റ് എന്ന് പറയുന്നില്ലേ, അത് അയാൾ പറഞ്ഞത് ആസാപ്പ് ആക്കാൻ പറയുന്നുണ്ട്. ആസാപ്പ് ആക്കാനോ? സോ എന്താ പറയുക, ടെനൻസിന് പെട്ടെന്ന് കിട്ടാനുള്ള രീതി, എന്താ പറയുക, ടെനൻസിന് ഒരു, ഞാൻ ഒന്ന് വായിച്ചു നോക്കട്ടെ അത്. സോ ദ ടെനന്റ് ഷെൽ സെൻഡ് ദ ലാൻഡ് ലോഡ് എ കോപ്പി ഓഫ് any notice or other communication affecting the property within 7 days of receipt and shall not take any action regarding such notices or communication without prior consent from the landlord. അത് കുഴപ്പമില്ല, യു ക്യാൻ പെട്ടെന്ന് തന്നെ അറിയിപ്പിക്കാം, അത് ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ instead of unreasonably withheld, so instead mutual agreement എന്ന് അർത്ഥം പറയും. So the tenant shall not make any alteration or addition to or redecorate the property without prior consent of the landlord. Such consent not to be unreasonably withheld. Instead of unreasonably withheld, use mutually agreed on. Mutually agreement means നമ്മൾ രണ്ടുപേരും അത് ഒബ്വിയസ്ലി രണ്ടുപേരും, കാരണം അതുകൊണ്ടാണല്ലോ നമ്മൾ നേരത്തെ കൺസെന്റ് ഇല്ലാതെ നമ്മൾ ചെയ്യില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഷാൽ നോട്ട് മേക്ക് എനി ഓൾട്ടറേഷൻ എന്നാണല്ലോ. സോ അത് പുള്ളി പറഞ്ഞാൽ എഴുതിയാലും നത്തിങ് ചേഞ്ചിങ് എനിവേ, അത് കുഴപ്പമില്ല. പിന്നെ അടുത്തത് താഴത്തല്ലേ? ഓക്കെ. സോ ദ ടെനന്റ് ഷെൽ carry out the tenant's work within 3 months of commencement date of the term using good materials in a workmanlike manner in accordance with the reasonable requirements of the law. 10 to 15 days as not many cosmetic refurbishment or alteration required to the properties. ഈ 10 to 15 days കുഴപ്പമില്ല,
അതും ഇഷ്യൂ ഇല്ല. കാരണം ഈ ഒരു പ്രോപ്പർട്ടിയിൽ മേജർ വർക്ക്സ് ഒന്നും കണ്ടക്ട് ചെയ്യാനില്ലല്ലോ. സോ അതും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ ഓൾറെഡി ഫേർണിച്ചേഴ്സ് എല്ലാം ഉണ്ട്. പിന്നെ ഇൻ കേസ് ബ്രോയ്ക്ക് ഒരു എക്സ്ട്രാ ഫേർണിച്ചേഴ്സോ എന്തെങ്കിലും കോസ്മെറ്റിക് റീഫർബ് വേണമെങ്കിലും അത് 2 വീക്സിൽ ഫിനിഷ് ആവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതും കുഴപ്പമില്ല. പുള്ളി പറയുന്നത് 1 month 3 months ഒക്കെ വേണമെങ്കിൽ ഒരു എക്സ്റ്റൻഷൻ എടുക്കാൻ, റൂം എക്സ്റ്റൻഷൻ വരെ എടുക്കും. അതാണ് പുള്ളി. അതെ, കാര്യമോ പുള്ളി പറഞ്ഞ കാര്യം, അതും കുഴപ്പമില്ല. അടുത്ത ഡി അല്ലേ? സോ the property has the appropriate planning permission and other statutory and regulatory consents necessary for the use of property by the tenant as set out in tenancy. Need to add 1 fire door, top door spring, fire alarm. So appropriate planning permission or other planning permission വേണ്ട obviously ഇതിന്, or other statutory or regulatory consents. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ HMO ലൈസൻസ് വേണം, എന്നാലേ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ HMO ലൈസൻസ് വേണം എന്ന് മെൻഷൻ ചെയ്താൽ മതി. യു ഡോണ്ട് നീഡ് ടു മെൻഷൻ 1 fire door, top door spring, fire alarm എന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ we still haven't checked the whole property. Maybe അതിനെക്കാട്ടി കൂടുതൽ ആവശ്യം വേണ്ടി വരും. ഈ പുള്ളി മെൻഷൻ ചെയ്തേക്കുന്ന മാത്രമായിരിക്കത്തില്ല. സോ HMO ലൈസൻസിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യും എന്ന് മെൻഷൻ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ അപ്രോപ്രിയേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതെ അതെ. ഇപ്പൊ പുള്ളി പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിലോ, അതുകൊണ്ട് HMO ലൈസൻസിന് ആവശ്യമുള്ള എല്ലാം വേണം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. പുള്ളി പറഞ്ഞത് ലാസ്റ്റ് ഒരു HMO എടുക്കാനായിട്ട് പുള്ളി പോയായിരുന്നു. അപ്പഴത്തേക്ക് ഒരു ഫാമിലി വന്നുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്തു. അപ്പൊ അവിടെ വന്ന് നോക്കിയ ആള് പറഞ്ഞത് ഫയർ ഡോറും ഈ ടോപ്പ് ഡോർ സ്പ്രിങ്ങും എന്നാണ് പറഞ്ഞത്. പക്ഷേ അടുത്ത റിക്വയർമെന്റ് നമുക്കറിയില്ല. പിന്നെ നമുക്ക് ലോക്ക് എല്ലാം വേണ്ടി വരും, നമുക്ക് ഡോർ. കാരണം നമ്മൾ റൂം ബൈ റൂം ബേസിസിൽ റെന്റിന് കൊടുക്കാതെ നമുക്ക് റൂം ലോക്ക് ചെയ്യണമല്ലോ. അപ്പൊ ലോക്ക് എല്ലാം സെറ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. പുള്ളി പറഞ്ഞു, ഞാൻ ചോദിച്ചു ലോക്ക് ഉണ്ടോന്ന് ചോദിച്ചപ്പോ ഉണ്ടെന്നാണ്. ആണോ? ഓക്കെ. ഞാൻ അതിന്റെ ഒരു ലിസ്റ്റ് എൻ്റെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. അതെല്ലാം ഡബിൾ ചെക്ക് ചെയ്തു, അതെല്ലാം ഉണ്ടോന്ന്. എനിക്ക് തോന്നുന്നു പ്രോപ്പർട്ടിയുടെ ഫോട്ടോസ് കണ്ടിട്ട് എല്ലാം അത്യാവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ 12.2 ആണോ അടുത്തത്? Okay, so in the event of any breach of the warranties and undertakings given in clause 12.1, the tenant shall be entitled to terminate the tenancy on serving written notice of such termination on the landlord with immediate effect, 30 days notice. അതും കുഴപ്പമില്ല. സോ അതും നമ്മൾ എന്തെങ്കിലും ബ്രീച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോട്ടീസ് കൊടുത്തിട്ട് അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എപ്പോഴും നല്ലതാണ്. പുള്ളി പറയുന്നത് രണ്ട് സൈഡിലും അപ്പോൾ ഒരു ടൈം കിട്ടും. അതെ, ടൈം കിട്ടും. അതും ഒരു കുഴപ്പമില്ല. പിന്നെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞാൽ പുള്ളി 3 വർഷം 5 വർഷം എല്ലാം തരാൻ റെഡിയാണ്. എത്ര വേണമെങ്കിലും എടുത്തു എന്നുള്ള, ഈവൻ എത്ര വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി എന്റെ വിസ സ്റ്റാറ്റസ് ചോദിച്ചു. അപ്പൊ എന്റെ വിസ എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാ, അപ്പൊ വിസയാണ്. അപ്പൊ എന്റെ തീരുന്നത് മാർച്ച് തീരും. പിന്നെ ഞാൻ റിന്യൂ ചെയ്ത അടുത്ത ഇതില് എനിക്ക് PR എടുക്കാൻ പറ്റും. അങ്ങനെയാണ് എന്റെ ഇതിൽ കിടക്കുന്നത്. അപ്പൊ 1 വർഷത്തെ ഇതാണല്ലോ എന്റെ കിടക്കുന്നത്. അപ്പൊ പുള്ളി ഇങ്ങനെ ഒരു ക്ലോസ് വെക്കാൻ പറഞ്ഞു, ഈ എക്സ്റ്റൻഷൻ അപ് ടു വിസ കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോൺട്രാക്ട് റിന്യൂ ആയിക്കോളൂ. അതും കുഴപ്പമില്ല. അത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ബ്രിട്ടീഷ് സിറ്റിസൺസ് അല്ലാതെ വേറെ ആർക്കാ ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന അവിടെ നിൽക്കുന്നത്? ആർക്കും ഇല്ലല്ലോ. എന്ത് വിസയിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിലും വിസ എൻഡ് ആവും അറ്റ് സം പോയിന്റ്. അപ്പോൾ അത് റിന്യൂ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ PR അപ്ലൈ ചെയ്തേ പറ്റത്തുള്ളൂ. ഈവൻ ഇപ്പൊ എൻ്റെ കാര്യം അങ്ങനെ തന്നെ. ഇപ്പോൾ വൈഫ് ബ്രിട്ടീഷ് ആയതുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നു, അതിനും ഒരു എൻഡ് ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ എനിക്ക് റിന്യൂ ചെയ്യണം, അല്ലെങ്കിൽ PR അപ്ലൈ ചെയ്യണം. അപ്പം സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ അവിടെ ലൈഫ് ലോങ് നിൽക്കാൻ പറ്റുന്നൊരു സെനാരിയോ വരുന്നത്. അപ്പോൾ അത് എഴുതി ചേർക്കണമെങ്കിൽ ചേർക്കാം. അത് പുള്ളിയുടെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ടായിരിക്കും. അത് ഒരു കുഴപ്പമില്ലാത്ത കാര്യം എഴുതിയാലും. അതൊക്കെയാണ് പുള്ളിക്ക് പ്രീവിയസ് ടെനന്റിന്ന് കുറച്ച് പ്രശ്നങ്ങൾ കിട്ടി. മീൻസ് ഒരു സ്പെയിൻ ടെനന്റ് ആയിരുന്നു, വന്നിട്ട് കുറെ പൊളിച്ചു. മീൻസ് പ്രോപ്പർട്ടി ഫുള്ള് ഡിസ്ട്രോയ് ചെയ്ത്, എന്നിട്ട് ഒരു കള്ളപ്പൂട്ടിട്ടിട്ട് അവര് മുങ്ങി. ഓക്കെ. അപ്പൊ അതിനുശേഷമാണ് ആള് ഭയങ്കര കൺസേൺ. പക്ഷെ എന്നെ കാര്യം എന്നൊക്കെ രീതിയിൽ തന്നെ പറഞ്ഞു. മനസ്സിലായി, കുഴപ്പമില്ല. കാരണം ഇതുവരെ പറഞ്ഞതെല്ലാം ഒരു കുഴപ്പമില്ലാത്ത കാര്യങ്ങളാണ്. ജസ്റ്റ് പുള്ളി എന്താ പറയുക, ആവശ്യത്തിന് മാത്രം കറക്റ്റ് ആയിട്ടൊന്ന് രണ്ടുപേരുടെ സൈഡ് ഓക്കെ ആണെന്ന് ഡബിൾ ചെക്ക് ചെയ്യാൻ മാത്രമേ വെച്ചിട്ടുള്ളൂ. അല്ലാതെ വിയേർഡ് ആയിട്ടൊന്നും വെച്ചിട്ടില്ല. ഒരു കുഴപ്പമില്ല.
പുള്ളി പറഞ്ഞത് മെയിൻ കൺസേൺ നിന്റെ മീൻസ് എന്റെയും കൂടെ കൺസേൺ ആണ് നോക്കുന്ന രീതിയിലാണ് എന്റെ അടുത്ത് സംസാരിച്ചു. എന്നെ ഇതാക്കാനാണോ എന്ന് അറിയില്ല, ആ രീതിയിലാണ് കോൺവെർസേഷൻ നടക്കുന്നത് ഇപ്പൊ. മനസ്സിലായി. പിന്നെ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു തരാം. ഈ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞ് സൈഡിൽ നിന്ന് ബ്രീച്ച് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഇഫ് ദ ലാൻഡ് ലോഡ് പുൾസ് ഔട്ട്, അല്ലെങ്കിൽ ലാൻഡ് ലോഡ് പകുതി വെച്ച് പ്രോപ്പർട്ടി വിൽക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു സെനാരിയോ വന്നാൽ ലാൻഡ് ലോഡ് വിൽ ഹാവ് ടു പേ ചിലവാക്കിയ എക്സ്പെൻസസ്. മനസ്സിലായോ? മനസ്സിലായോ? കാരണം അല്ലാന്നുണ്ടെങ്കിൽ കൈ നിട്ട കാശെല്ലാം വെറുതെ ഇപ്പോൾ ഒന്നീ എടുത്താലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ഇട്ട കാശ് എല്ലാം വേസ്റ്റ് ആയി. ഇപ്പോൾ ഇമാജിൻ നമ്മൾ ചെയ്യുന്ന റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് 3 years ബേസ് ചെയ്താണെന്ന് വെച്ചോ, 3 വർഷം കഴിയുന്നതിന് മുന്നേ ലാൻഡ് ലോഡ് പ്രോപ്പർട്ടി വിറ്റാൽ നമുക്ക് പണി കിട്ടും. അപ്പോൾ അതുപോലത്തെ സിനാരിയോ വരുമ്പോൾ നമ്മളെ സേഫ്റ്റിക്ക് അല്ലെങ്കിൽ സേഫ്റ്റിക്കോ ഇൻവെസ്റ്ററിന്റെ സേഫ്റ്റിക്കോ വേണ്ടിയിട്ട് അത് നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ അത് ഞാൻ വേറൊരു കോൺട്രാക്ട് ഇന്ന് ഞാൻ അയച്ചിട്ടുണ്ട്. സോ അതിനകത്ത് താഴെ പോയാൽ ഒരു ടാബുലാർ കോളം ഉണ്ട്, പൈസ ഫേർണിച്ചറിന്റെ കാശും എല്ലാം തിരിച്ചിരുന്നു. അപ്പോൾ അത് വേണമെങ്കിൽ ജസ്റ്റ് ഇതിനകത്തോട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടോ, വേറെ എന്തെങ്കിലും ആവശ്യമുള്ളതായിട്ട് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടെ ഇതിൽ ക്ലോസ് ആയിട്ട് ആഡ് ചെയ്തോ. ഇതിനകത്ത് ഇപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വൺ മോർ ക്വസ്റ്റ്യൻ, ഇത് എടുക്കുവാണോ സോഴ്സ് ചെയ്യാൻ നോക്കുവാണോ? കാരണം ഒരുപാട് ചെലവ് വരുന്നില്ല, ഇതിന് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പം ഇഷ്ടം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് സോഴ്സ് ചെയ്ത ഇതിന്റെ വർക്ക്ഔട്ട് ഒന്ന് ബ്രോ കാണിച്ചു തരാം. സോഴ്സ് ചെയ്യുമ്പോ രണ്ടുപേർക്കും കൂടെ ബെനിഫിറ്റ് കിട്ടുമോ? മീൻസ് സോഴ്സറിനായാലും എനിക്കായാലും. മനസ്സിലായി. സോഴ്സ് ചെയ്യാൻ നേരത്തെ നമുക്ക് നോക്കേണ്ടത്, കാരണം ഒരു ഇൻവെസ്റ്റർ ഈ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ നേരത്തെ ഈ പ്രോപ്പർട്ടിക്ക് ആദ്യത്തെ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ചെറിയൊരു കോസ്മെറ്റിക് റീഫോബും ഫേർണിച്ചേഴ്സ് എല്ലാം എനിക്ക് തോന്നുന്നെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ മേ ബി പിന്നെ ഒരു ലിവിംഗ് റൂം നമ്മൾ ബെഡ്റൂം ആക്കാൻ ഒരു പ്ലാൻ ഇല്ലായിരുന്നോ? അപ്പം അവിടത്തേക്ക് ചിലപ്പോൾ ബെഡും എല്ലാം ആവശ്യം വരത്തില്ലേ? അപ്പം അതും പിന്നെ കുറച്ച് അല്ലറ ചില്ലറ കുറച്ച് പണികളും ഉണ്ട്. പിന്നെ വരുന്നത് ഫസ്റ്റ് മന്ത് റെന്റും ഡെപ്പോസിറ്റും കൊടുക്കണോ? അപ്പൊ ഇത് ഇത്രയും ആയിരിക്കും എടുക്കുവാണെങ്കിലുള്ള എക്സ്പെൻസ്. ഇതൊരു ഇൻവെസ്റ്റർ വാങ്ങിക്കുവാണെങ്കിൽ പ്ലസ് സോഴ്സിംഗ് ഫീയും കൂടെ ആഡപ്പ് ആവും അതിനകത്ത്. മനസ്സിലായോ? അപ്പൊ അതായിരിക്കും ഇൻവെസ്റ്ററിന് വരുന്ന എക്സ്പെൻസ്. അപ്പൊ അത്രയും വന്നു കഴിഞ്ഞിട്ട് ഇൻവെസ്റ്ററിന് തന്നെ മാനേജ് ചെയ്തായിരിക്കുമല്ലോ കൊടുക്കുന്നത്. അപ്പം ടോട്ടൽ ആ പ്രോപ്പർട്ടിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന റവന്യൂവിന്റെ വേഴ്സ്റ്റ് കേസ് ഒരു 10% എങ്കിലും അറ്റ്ലീസ്റ്റ് എല്ലാ മാസവും മാനേജ്മെന്റ് ഫീ ആയിട്ട് വേണം. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ 10% എടുത്തു കഴിഞ്ഞാലും ഇൻവെസ്റ്ററിന് മന്ത്ലി ആവശ്യത്തിലധികം പ്രോഫിറ്റ് വരെയും വേണം. ഇൻവെസ്റ്റർ കയ്യിൽ നിന്നിട്ട കാശ് 1.5 വർഷം കൊണ്ട് ഇൻവെസ്റ്ററിന് തിരിച്ചു കിട്ടണം. ആ രീതിയിലായിരിക്കണം ഫിഗേഴ്സ്. അപ്പോൾ റൂമിന്റെ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നോ റെന്റൊക്കെ? ഞാൻ അതങ്ങ് എടുക്കാം. ഞാൻ ഒരു മിനിറ്റ് ഒന്ന് ഈ ലാൻഡ് ലോഡിന് വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് ഉണ്ടോ? പണ്ടൊക്കെ കുറച്ചുണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ്. ഓക്കെ, ഒരു മിനിറ്റ് ബ്രോ, ഞാൻ ഈ ബക്കടിക്കുന്നുണ്ട് സിസ്റ്റം. എഴുതിയിട്ടുണ്ടായിരുന്നോ എക്സ്പെക്ടഡ് റെന്റ് എന്തെങ്കിലും? എല്ലാം എഴുതിയിട്ടുണ്ട്. ആണോ? ഞാൻ വേറെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം. ഇത് കുറെ നമുക്കൊരു ചാനലുണ്ട് യൂട്യൂബിന്റെ, അപ്പൊ അതൊക്കെ എഡിറ്റ് ചെയ്തതിനകത്താ. അപ്പൊ അതാണ്. ഒരു മിനിറ്റ് ബ്രോ, ഞാനൊന്ന് ഇതാക്കിട്ടെടുക്കാം. ഒരു മിനിറ്റ്, ഞാൻ കൂടെ സ്ലൈഡ് ഓപ്പൺ. എടുത്തു വെച്ചതായിരുന്നു, പക്ഷെ എങ്ങനെയോ പോയി. കുഴപ്പമില്ല. ഇവിടെ ഈ റൂം വരുന്നെന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഓൺ സ്യൂട്ട് പോലെ കാണിക്കുന്ന രീതിയിലാണ് വരുന്നത്. ഞാൻ പിന്നൊന്ന് കോമൺ ശരിയാണല്ലോ, ഓർമ്മ വന്നിയാ. അപ്പോ ഫോട്ടോ കാണിക്കുമ്പോ ബ്രോക്കർ ആയിട്ട് ഇതൊരു പ്രത്യേക രീതിയിൽ ഞാൻ ഇതുവരെ മീൻസ് ബ്രോ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ പ്രോപ്പർട്ടി? ഞാൻ ഷെയർ ചെയ്യാണ് ഇപ്പൊ. കാണാവോ? യെസ്, കാണാം.
Yeah. അപ്പൊ ഇതാണ് പ്രോപ്പർട്ടി, ഇതാണ് മാപ്പ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ദെൻ ഓക്കെ, ഇത് മേളത്തെ ഡബിള് ഓക്കെ ഒന്ന്, മേളിൽ തന്നെ 3 ബെഡ്റൂം മേളിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് ബാക്കാണ്, അതൊന്നും കിച്ചന്റെ ഇത്. ഓക്കെ ഓക്കെ, ഇതൊരു റൂമാണ്. ഓക്കെ, പിന്നെ ഈ ഡോറ് കണ്ടോ ബ്രോ, അത് ബാത്റൂമാണ് താഴത്തെ. അത് കോമൺ ബാത്ത് ആണോ അതോ ഓൺ സ്വീറ്റ് ആണോ? ഓൺ സ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇത് റിസപ്ഷൻ ആക്കിയിട്ട് വേണേ അങ്ങനെ ചെയ്യാം. അപ്പോ എന്താണ് ബ്രോ സജസ്റ്റ് ഈ ഒരു റൂമില്ലേ, എനിക്ക് ആ പ്രോപ്പർട്ടിയുടെ ഫ്ലോർ പ്ലാനിലൊന്ന് കാണിച്ചു തരാമോ? ഓക്കെ, സോ അതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്നത് കിച്ചനും, കിച്ചന്റെ ബാക്കിൽ എന്താ കാണുന്നത്? കിച്ചന്റെ ബാക്കിൽ ഒരു ഇങ്ങനെ ഒരു എക്സ്റ്റൻഷൻ പോലെ നീട്ടി വെച്ച കൺസർവേറ്ററി ആണോ ലൈക്ക്? ഓക്കെ ഓക്കെ, സോ നമുക്കിപ്പം അത് ബെഡ്റൂം ആയിട്ട് എടുത്താൽ 1 2 3 4 5. ഇവിടുത്തെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഈ മുകളിലത്തെ ഫ്ലോറിൽ റൈറ്റ് സൈഡ് കോർണറിലത്തെ റൂം കണ്ട ബെഡ്റൂം 2.45 × 2.10. സോ ഈ സിംഗിൾ റൂമിന്റെ സൈസ് 2.45 × 2.10. അത് 6.5 മീറ്റർ സ്ക്വയറിന് താഴെയാണ്. അങ്ങനെ വരാൻ നേരത്തെ HMO ലൈസൻസ് വരണമെങ്കിൽ ദർ ഷുഡ് ബി എ കോമൺ സിറ്റിംഗ് ഏരിയ എന്നാണ് റൂള്. മനസ്സിലായോ? അപ്പോൾ ഒരു സിറ്റിംഗ് റൂം ആക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം ബേസിക്കലി നമുക്ക് 1 2 3 4 4 ബെഡ്റൂമായിട്ട് എടുക്കാം. 3 ഡബിൾ ബെഡും ഒരു ഓൺ സ്വീറ്റും 2 ഡബിൾ ബെഡും ഒരു സിംഗിൾ ബെഡും. അപ്പം അതിൻ്റെ റെന്റ് ഒക്കെ ഒന്ന് പറയാവോ, എത്ര കിട്ടും? എപ്പോഴും മിനിമം അച്ചീവബിൾ റെന്റ് എൻ്റെ അടുത്ത് പറയാവൂ, മാക്സിമം കിട്ടാൻ പറ്റുന്ന റെന്റ് പറയല്ലേ. വേഴ്സ്റ്റ് കേസ് മാത്രം പറഞ്ഞാൽ മതി. ഈ ഓൺ സ്വീറ്റിന് എത്ര കിട്ടും വേഴ്സ്റ്റ് കേസ്? 650. ഓക്കെ, പിന്നെ ഡബിൾ ബെഡ് 2 എണ്ണത്തിന് എത്ര കിട്ടും? 550 ചാർജ് ചെയ്യാം. സോ ദാറ്റ്സ് 650 plus 550 plus 550. Yeah, single bed no? 400. Okay, plus 400. 400. Okay, 400 കിട്ടത്തുള്ളൂ, അതിൽ കൂടുതൽ കിട്ടില്ല. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ അത്രയും വെച്ച് നോക്കിയാൽ 2150 ടോട്ടൽ. സോ 2150ൻ്റെ മൈനസ് ലാൻഡ് ലോഡിന് റെന്റ് കുറയുന്നില്ല അല്ലേ? 1325. So 1325. അപ്പോൾ ബാക്കി 825. 825 മൈനസ് കൗൺസിൽ ടാക്സ് എത്രയാ അവിടെ? ഞങ്ങളുടെ സെയിം ഇത് ഒരു ഇതായിട്ടാണ് നടന്നത്. അപ്പൊ ബാൻഡ് എ ആണ്. എ ആണോ? 150 വരുന്നുണ്ടോ ബാൻഡ് എന്ന് പറയുമ്പോൾ? ഓക്കെ, 150 നോക്കാം എന്തായാലും. മൈനസ് ബിൽസ് എത്ര വരും തോന്നുന്നു? ബിൽസ് എപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് ഓർമ്മയുണ്ട്. യു സ്വിച്ച് എന്ന് പറഞ്ഞ ആ ഒരു പ്ലാറ്റ്ഫോമിൽ കയറി പ്രോപ്പർട്ടിയുടെ അഡ്രസ്സ് ടൈപ്പ് ചെയ്താൽ അവിടുത്തെ ആനുവൽ ബിൽസ് എത്രയെന്ന് കാണിച്ചു തരും. യു ലെറ്റർ ആൻഡ് ദെൻ സ്വിച്ച്, അതിനകത്ത് കയറി സെർച്ച് ചെയ്താൽ മതി. സോ നമുക്ക് ലെറ്റ്സ് സേ ഒരു പുള്ളി പറഞ്ഞത് 200 up to 200 വരെയാണ് പുള്ളിക്ക് വന്നിട്ടുള്ളത് മാക്സ്. ഓക്കെ, -200. അപ്പോൾ ഒരു ഓക്കെ, അപ്പം 475 പ്രോഫിറ്റ് വരുന്നത് സോഴ്സ് ചെയ്താലല്ല, എടുക്കുവാണെങ്കിലാ. മനസ്സിലായോ? അപ്പോൾ അത് സോഴ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് റെന്റ് ഇതിനെക്കാട്ടിയും കൂടുതൽ കിട്ടണം. അറ്റ്ലീസ്റ്റ് ഒരു 200 പൗണ്ട് എക്സ്ട്രാ കിട്ടണം, എന്നാലേ സോഴ്സ് ചെയ്യാൻ പറ്റൂ. കറന്റ് 475 പൗണ്ട് മന്ത്ലി കിട്ടും. അതാണ് സോഴ്സ് ചെയ്യുമ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാൻ സ്പെയർ റൂം ഒന്ന് കാണിച്ചു തരട്ടെ ബ്രോയ്ക്ക്. എടുത്തോ. സ്റ്റിൽ സ്ക്രീൻ കാണാലോ? കാണാം. ഞാൻ വിചാരിച്ചൊരു 100 രൂപയെങ്കിലും അറ്റ്ലീസ്റ്റ് കുറയ്ക്കും. നല്ല രീതിയിൽ ചെയ്തിട്ട് പുള്ളിയെടുത്ത് ഇതൊക്കെ പറയുമ്പോൾ നമ്മള് ഇൻസെന്റീവ് പറയുമ്പോൾ ഒരു
ഒരു ഇത് കുറയ്ക്കാനുള്ള മൈൻഡ് പുള്ളി കാണിക്കുന്നില്ല. അത് ഇനിയിപ്പോ കൂടുതൽ ഫോഴ്സ് ചെയ്താൽ വിട്ടേക്കുന്നുള്ള രീതി പറയാം. ആണോ? എന്നാ വേണ്ട, ഇരിക്കട്ടെ, കുഴപ്പമില്ല. സോ നമുക്ക് ഇവര് ഇതാ 520ക്ക് ഓൾ ബിൽസ് ഇൻക്ലൂഡഡ് ഓൺ സ്വീറ്റ് ആണോ ഇത്? CV4 പക്ഷെ ഇതൊരു മെനയില്ല. ഇത് ഇത്രയും കൊള്ളത്തില്ലല്ലോ, എന്നിട്ട് അവർ അത്രയും ചാർജ് ചെയ്യുന്നുണ്ടോ? നമ്മളെ റൂം ഇതിലും നല്ലതായിരിക്കുമല്ലോ. നമ്മുടെ നല്ലതല്ലേ ഇതിലും? നല്ലതല്ലേ? സോ നമ്മൾ എത്രയായിരുന്നു? 550 അല്ലേ പറഞ്ഞത്? നമുക്ക് അതിൽ കൂടുതൽ 550 എടുക്കാം. 650 പറഞ്ഞല്ലേ? ഓക്കെ 650 കിട്ടുമോ? ഒന്ന് ബാക്ക് അടിച്ച് നോക്കി താഴോട്ടൊക്കെ വേറെ ഏതൊക്കെ ഉണ്ടെന്ന്. വേറെ പ്രോപ്പർട്ടി അങ്ങനെ വേറെ കോൺസെപ്റ്റ് ഒന്നും കാണിക്കുന്നില്ല. ഇത് നോക്കട്ടെ, ഏരിയയിൽ അങ്ങനെ കോൺസെപ്റ്റ് കാണിക്കുന്നില്ല. അതാണ് എനിക്ക് മനസ്സിലാവും. അതാണ് ഓൺ സ്വീറ്റ് 550 ആണ് ഇവര് കൊടുത്തത്. ഇത് നല്ല കണ്ടീഷനാ. സോ 550 ഫോർ ദ ഫസ്റ്റ് 2 months എന്നാ കൊടുത്തേക്കുന്ന. പിന്നെ 560. സോ ഞാൻ എനിവേ റെക്കമെൻഡ് ചെയ്യുന്നത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം ഒരുപാട് എക്സ്പെൻസ് വരുന്നില്ല. എനിവേ റെന്റ് ഡെപ്പോസിറ്റ് എത്രയാണ് പുള്ളി ചോദിച്ചത്? സെയിം റെന്റ് ആണോ തരാൻ പറഞ്ഞ, അതോ 5 weeks? 5 weeks ആണ്. പിന്നെ വേണേ 4 weeks ഒന്ന് അത് ചെയ്യാന്ന് പറഞ്ഞു. സോ 1325 times 2 അല്ലേ? ഈ ഡെപ്പോസിറ്റ് കുറയ്ക്കാൻ ഒരു മാർഗ്ഗവും ഇല്ല. എന്നാ ഒരു കാര്യം ചെയ്യാം, പുള്ളി എടുത്ത് പറ, ഓക്കെ റെന്റ് സെയിം തന്നെ തരാം, ക്യാൻ യു ഡു ദിസ്? അതിലെടുത്ത് പറഞ്ഞാൽ മതി, ഐ എം ഗോണ സബ്ലെറ്റ് ദ പ്രോപ്പർട്ടി ലീഗലി, എല്ലാം കറക്റ്റായിട്ട് എല്ലാ ടെനൻറ്റിൻ്റെ നിന്നും യു വിൽ ബി കളക്ടിങ് എ ഡെപ്പോസിറ്റ്. ആ ഡെപ്പോസിറ്റ് പ്രൊട്ടക്ഷൻ സ്കീമിൽ ഇട്ടിട്ട് ഐ വിൽ സെൻഡ് യു ദ റിപ്പോർട്ട്. ഓരോ ടെനൻസിൻ്റെയും 4-5 ടെനൻസ് ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ഡെപ്പോസിറ്റ് പ്രൊട്ടക്ഷൻ സ്കീമിൽ കാശിട്ടതിൻ്റെ റിപ്പോർട്ട് ഞാൻ അയച്ചു തരാം. സോ ദാറ്റ് യു ഡോണ്ട് ഹാവ് ടു വറി എനി ഡാമേജ് ദ പ്രോപ്പർട്ടി ഇസ് ഗോണ കം ഓഫ് ഫ്രം ദെയർ ഡെപ്പോസിറ്റ്. സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് എനിത്തിങ്. സോ ക്യാൻ ഐ നോട്ട് പേ ദ ഡെപ്പോസിറ്റ്? ചോദിച്ചു നോക്ക്. അതൊരു വാലിഡ് പോയിന്റ്. റെന്റ് കുറയ്ക്കേണ്ട, സെയിം തന്നെ തരാം. അപ്പോൾ ഇനിഷ്യൽ കയ്യിൽ നിന്ന് ഇടുന്ന കാശ് കുറഞ്ഞു കിട്ടിയില്ല, 1325 പൗണ്ട് കുറഞ്ഞു കിട്ടിയില്ലേ? കാരണം നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. എനിവേ നമ്മളാണ് ഓൾറെഡി പ്രോപ്പർട്ടിയിൽ വർക്ക് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വർക്ക് കണ്ടക്ട് ചെയ്ത് നല്ല കണ്ടീഷൻ ആക്കിയാലേ നമുക്ക് വാടകക്കാരെ കിട്ടത്തുള്ളൂ. സോ നമ്മളല്ലല്ലോ താമസിക്കുന്നത്. എനിവേ മനസ്സിലായില്ല? അപ്പം അത് ചോദിച്ചു നോക്കും. ഇത്രയും ആൾക്കാരുടെ ഡെപ്പോസിറ്റ് നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത്. അത് ടോട്ടൽ എടുത്ത് നോക്കുമ്പം എത്രയാ? 650 550 ഒക്കെ ഓരോ ടെനൻസ് വെച്ച് തരുമ്പോൾ ടോട്ടൽ 2000 പൗണ്ടിന് മേലെയാണ് ഡെപ്പോസിറ്റ് കളക്ട് ആവുന്നത്. അപ്പം അതിലും വലിയൊരു എന്താ പറയുക, ഒരു ഉറപ്പ് ലാൻഡ് ലോഡിന് വേറെ ആവശ്യമില്ലല്ലോ. അപ്പൊ അതിന്റെ റിപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞു നോക്കിയോ? പിന്നെ എനിക്ക് ചോദിക്കാൻ ഒരു കാര്യമുള്ളത്, നമ്മൾ ഈ 200 കവർ ചെയ്യില്ലേ, അത് ഞാൻ ഇന്ന് ബ്രോ അയച്ച കോൺട്രാക്റ്റിലാണ് എനിക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വന്നത്. ബ്രോ ആ കോൺട്രാക്ട് സ്പ്ലിറ്റ് ചെയ്ത് പറയുന്നുണ്ടല്ലേ, മീൻസ് 200 മെയിൻ്റെനൻസ് എങ്ങനെയാണ് നമ്മൾ കവർ ചെയ്യുന്നതെന്ന്. സോ 200 മെയിൻ്റെനൻസ് കവർ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ പറഞ്ഞാൽ മതി. ലൈക്ക് യുനോ എനിത്തിങ്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു പൈപ്പ് ലീക്ക് വന്ന് ഒരു പ്ലംബറെ വിളിച്ച്, പ്ലംബർ ഒന്ന് സോർട്ട് ചെയ്ത് 120 പൗണ്ടായി പ്ലംബറിന്. 2 മണിക്കൂർ ജോലി ചെയ്ത് നമ്മൾ കയ്യിൽ നിന്ന് കാശിടും, അത്രയേ ഉള്ളൂ. അതേ കണക്കത്തെ ജനറൽ മെയിൻ്റെനൻസ് ആൻഡ് റിപ്പയർ. ഇപ്പോൾ ഹീറ്റിംഗ് അടിച്ചു പോയി, ഫുൾ ഹീറ്റിംഗ് റിപ്പയർ ചെയ്യാൻ 500 പൗണ്ട്, അത് ലാൻഡ് ലോഡ് ഒന്ന് ചെയ്തേ പറ്റത്തുള്ളൂ. മനസ്സിലായി? അത് ഓക്കെയാണ്. അപ്പൊ എന്റെ ഡൗട്ട് എന്തെന്ന് പറഞ്ഞാൽ ബ്രോ, നമ്മൾ എപ്പോഴൊക്കെ മെയിൻ്റെനൻസ് വന്നാലും ആ മെയിൻ്റെനൻസ് 200 ഉള്ളിലാണെങ്കിൽ നമ്മൾ അപ്പോഴെല്ലാം കവർ. അതെ, നമ്മളെപ്പോഴും ലിമിറ്റേഷൻ ഇല്ല അതിന്. ഇല്ല, ലിമിറ്റേഷൻ ഇല്ല അതിന്. ഇപ്പൊ അതിപ്പം വലിയൊരു വർക്ക് ആണെങ്കിൽ അത് ലാൻഡ് ലോഡ് കവർ ചെയ്യണം. മനസ്സിലായി? അത്രേ ഉള്ളൂ. ചോദിച്ചു, അതെല്ലാം നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതെല്ലാം ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ആയിരിക്കണം എന്നൊരു ജനറൽ റൂളൊന്നുമില്ല. എല്ലാം നമ്മൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാങ്ക് പേപ്പറാണ്. നമ്മൾ എന്ത് സംസാരിച്ച് എഴുതുന്നോ അതാണ് കോൺട്രാക്ട്, അത്രേ ഉള്ളൂ. ഞാനപ്പോ ഒരു ഡൗട്ട്, ഒരു ഇങ്ങനെ അടിച്ചാലോ എന്നല്ല, റെന്റ് ഇങ്ങനെ തരാം, പക്ഷെ മെയിൻ്റെനൻസ് എല്ലാം ബ്രോ മീൻസ് നിങ്ങൾ കവർ ചെയ്യേണ്ടി വരുമെന്ന് പറയാം. ചോദിച്ചു നോക്കി നോക്ക്. പ്രോപ്പർട്ടി കയ്യിൽ നിന്ന് വിട്ടുപോകാൻ നോക്കണ്ട. കാരണം നമ്മൾ മെയിൻ്റെനൻസ് കവർ ചെയ്യുന്ന ഒരു മെയിൻ ഇൻസെൻറ്റീവ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് യൂഷ്വലി. മനസ്സിലായില്ലേ? അപ്പം ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. കാരണം നമ്മൾ ഓൾറെഡി എന്താ പറയുക, ഈ പ്രോപ്പർട്ടിയിൽ ഫേർണിച്ചർ ഉണ്ടെങ്കിലും ഒരു രസമില്ല. കണ്ടില്ലേ, പിക്ചേഴ്സ് കണ്ടില്ലായിരുന്നോ? നമ്മൾ പ്രസന്റ് ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു 520 പൗണ്ടിൻ്റെ ഒരു ബെഡ്റൂം കണ്ടില്ലേ? അവർ പ്രസന്റ് ചെയ്തേക്കുന്നുണ്ട് ആ റൂം നല്ല രീതിയിൽ. ജസ്റ്റ് എന്താ പറയുക, ഈ മുകളിലത്തെ അല്ല, താഴെ നമ്മൾ ഒരെണ്ണം കണ്ടില്ലായിരുന്നോ? അവർക്ക് ഫോട്ടോ എടുക്കാൻ അറിയില്ല എന്നേ ഉള്ളൂ, പക്ഷെ ബെഡ്റൂം നല്ല കണ്ടീഷനാണ്.
ഇതല്ലേ മനസ്സിലായില്ലേ? അപ്പോൾ അതേ കണക്ക് നമ്മളൊരു ഇതിൽ ഫീച്ചർ വാൾ ഇല്ല, ഒരു ഫീച്ചർ വാളും വെച്ച് ഒരു ചെറിയൊരു സൈഡ് ടേബിളും ഒരു വാർഡ്രോബും പെയിന്റും അടിച്ച് അപ്പം തന്നെ നല്ല ലുക്കാവും. മനസ്സിലായില്ലേ? ഞാനതാ പ്ലാൻ ചെയ്യുന്ന ഒരു ചെറിയൊരു ഡെസ്ക് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യണമെന്ന് ആലോചിക്കുന്നുണ്ട്. പിക്ചർ വാളും ഫീച്ചർ വാൾ, അതെ. ഈ ഫീച്ചർ വാള് ഐദർ യു ക്യാൻ പെയിന്റ്, അല്ലെങ്കിൽ ഒരു 20 പൗണ്ട് കൊടുത്ത വാൾപേപ്പർ കിട്ടും. വാൾപേപ്പർ ഒട്ടിക്കാവുന്നേ ഉള്ളൂ, ഭയങ്കര ചീപ്പാണ് അത്. മനസ്സിലായില്ലേ? അത് നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്താൽ മതി വാൾപേപ്പർ. പീൽ ഓഫ് ചെയ്യുമ്പോൾ പെയിന്റ് പോവോ? ഇല്ല, അത് പോയാലും ഇഷ്യൂ വരുന്നില്ല. കാരണം ഇതൊരു 4-5 വർഷത്തേക്ക് നമ്മൾ എടുക്കുന്ന ഒരു പ്രോപ്പർട്ടി അല്ലേ. നമ്മൾ ബൈ ദ ടൈം 5 വർഷം 4 വർഷം കഴിയാൻ നേരത്തെ ഒരു വാൾപേപ്പർ ചേഞ്ച് ചെയ്താൽ 20 പൗണ്ടിന്റെ കേസേ ഉള്ളൂ അത്. മനസ്സിലായില്ലേ? അങ്ങനെ തിങ്ക് ചെയ്താൽ മതി. പെയിന്റ് അടിക്കാനാണെങ്കിലും 100 പൗണ്ട്. നമ്മൾ ഒരു 5 വർഷത്തെ വെച്ച് നോക്കുമ്പോൾ നമുക്കതൊരു ലോസേ അല്ല. എന്തായാലും പ്രോപ്പർട്ടി കളയണ്ടല്ലേ. പിന്നെ പുള്ളി കുറയ്ക്കാത്തതിന്റെ മെയിൻ റീസൺ ഒരു കാര്യം ബ്രോ പറയുന്നത്, പുള്ളി പറഞ്ഞ അത് ശരിയാണ്. ഞാനും CV4 തന്നെയാണല്ലോ, അറൗണ്ട് ആണല്ലോ. ഇവിടെ എല്ലാം ആ ഏരിയയില് 3 ബെഡ് ഒരു ഭാഗത്താണ് വരുന്നത്. അവര് തന്നെ ഈ റേറ്റ് ചോദിക്കുന്നുണ്ട്. ഞാൻ 4 ബെഡ് എക്സ്ട്രാ ബാത്റൂം പണിയിപ്പിച്ചിട്ട് ഞാൻ ഇത്രയല്ലേ ചോദിക്കുന്നുള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞത്. ഞാൻ അതൊന്നും എഗ്രി ചെയ്ത രീതിയിൽ നിന്നില്ല. ബട്ട് നമ്മള് അവര് അങ്ങനെ ഒരു ഫാക്ടർ തിങ്ക് ചെയ്ത് നോക്കുമ്പോ അതൊരു ശരിയായ പോയിന്റ് തന്നെയാണ്. ബട്ട് പുള്ളി കുറയ്ക്കുന്നില്ല. അതാണ് മെയിൻ എന്ന് പറഞ്ഞാൽ അയാളാ പഴയ ടെനന്റ് കൊണ്ട് കുറച്ച് ലൈബിലിറ്റി കയറിപ്പോയി, ആ രീതിയിലാണ് സംസാരിക്കുന്നത്. മനസ്സിലായി. പിന്നെ അത് കുഴപ്പമില്ല പുള്ളി പറഞ്ഞു. പിന്നെ ഒരു കാര്യം, പുള്ളി എന്തെങ്കിലും ലിമിറ്റേഷൻ പറഞ്ഞോ? നമ്പർ ഓഫ് പീപ്പിൾ പ്രോപ്പർട്ടിയിൽ കയറുന്നതിന് ഇത്ര ആൾക്കാരെ കയറോ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? എന്റെ അടുത്ത് ആദ്യം ഞാൻ പറഞ്ഞു 5 to 6 ആയിരിക്കും എന്നൊക്കെ ചുമ്മാ പറഞ്ഞു. പുള്ളി ഓക്കെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ എന്റെ അടുത്ത് ചോദിച്ചു കറക്റ്റ് കൗണ്ട് പറയണമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു 4 to 5 പുള്ളി സമ്മതിക്കും. 4 എന്തായാലും സമ്മതിച്ചിട്ടുണ്ട്, 5 6 ഒക്കെ സമ്മതിക്കും തോന്നുന്നുണ്ട്. ഓക്കെ. ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം, ജസ്റ്റ് ബിറ്റ്വീൻ അസ്. അങ്ങനെ നോക്കിയാൽ അതായത് യു ക്യാൻ ഡു ഒരു വേറെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്യാം. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ആ സ്മോൾ റൂമില്ലേ, ആ സ്മോൾ റൂം ഒരു ലിവിങ് റൂം പോലെ ആക്കണം. എന്നിട്ട് ആ വലിയ റൂം ബെഡ്റൂം ആക്കി അങ്ങ് മാറ്റണം. മനസ്സിലായാൻ പറഞ്ഞത്? മനസ്സിലായില്ലേ? അപ്പം വി ആർ സ്റ്റിൽ ഡൂയിങ് എവറിത്തിങ് ലീഗലി. പക്ഷെ സ്മോൾ ബെഡ്റൂമിന്റെ റെന്റ് കിട്ടുന്നതിന് വരെ നമുക്ക് കിട്ടാവുന്ന വലിയ റൂമിന്റെ റെന്റാ. അപ്പോൾ കുറച്ചും കൂടെ എക്സ്ട്രാ കിട്ടും. അതെ, അപ്പോൾ ഒരു 10-200 പൗണ്ട് എക്സ്ട്രാ കിട്ടും. അതാണ് ഒന്നും കൂടെ ബെറ്റർ വേ. പിന്നെ ദി അതർ വേ ഈസ് 2 റൂം ആക്കിയും കൊടുക്കാം. മനസ്സിലായോ? അപ്പം അതാ ഇതൊക്കെ ഇങ്ങനെ ഒരു ബാക്കപ്സ് അവിടെ കിടപ്പുണ്ട്. പക്ഷെ ഐ വുഡന്റ് പ്രിഫർ ടേക്കിംഗ് ദം. പക്ഷെ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ 3 ബെഡിന് ഒരു ബാത്റൂം കുഴപ്പമില്ലല്ലോ? ഇല്ല, 3 ബെഡിന് ഒരു ബാത്ത് കുഴപ്പമില്ല. 4 ബെഡ്റൂം ആയാൽ ഒരു ബാത്തും ഒരു ലൂവും വേണം, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് ഓൾറെഡി 2 ബാത്റൂം ഉണ്ട്. ഒരു ഓൺ സ്വീറ്റ് ആണെങ്കിലും അത് കൗണ്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ബാത്തും ഓൺ സ്വീറ്റും അതങ്ങ് മറന്നുതരാം. അത് എനിവേ ലീഗലി എല്ലാം ഓക്കെയാണ്. ബാക്കിയുള്ള റൂംസും നമ്പർ ഓഫ് ബാത്റൂംസും കൗണ്ട് ചെയ്താൽ മതി. HMO ലൈസൻസിന് ഒരു 650 to 800 പൗണ്ട് ചിലവ് വരും. അത് യു ജസ്റ്റ് അപ്ലൈ ആൻഡ് ദെൻ വീട്ടിൽ ആളെ കയറ്റി തുടങ്ങിയാൽ മതി, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അവർ വരാൻ കാത്തിരിക്കുകയോ അങ്ങനത്തെ പരിപാടിയൊന്നും. അവർ എന്താ പറയുക, ഇത് നമ്മൾ വരാന്ന് പറഞ്ഞാൽ അവർ വരത്തേ ഇല്ല. ചിലപ്പോൾ ഒന്ന് വന്നാലായി, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ അവർ എക്സ്പെക്ട് ചെയ്യേ വേണ്ട, ഒരു ചാൻസും ഇല്ല അവർ വരാനായിട്ട്. പിന്നെ കൂൾ ഓഫ് ടൈമിന്റെ കാര്യം ഞാൻ ചോദിച്ചു. മീൻസ് ഒരു 2 ആഴ്ച റെന്റ് ഇല്ലാതെ തരുമോന്ന്. ഞാൻ കഴിഞ്ഞ വീഡിയോയില് റോബോട്ടിനോട് ചോദിക്കാൻ പറഞ്ഞിട്ട് അത് ഞാൻ മനസ്സിൽ വെച്ചു. ഞാനൊന്ന് ഇപ്പഴൊന്ന് ഇട്ട് നോക്കിയത്. പുള്ളി പറയുന്നത് അതെങ്ങനെ ശരിയാവും, കാരണം ഒരു ബാങ്കിലായാലും അപ്പൊ തന്നെ നമ്മൾ ചെയ്തത് അപ്പൊ തന്നെ ചാർജ് ചെയ്യുമല്ലേ, അതെങ്ങനെ ശരിയാവും എന്നുള്ള രീതിയിൽ. അല്ല, ഒരു കാര്യം പുള്ളി എടുത്ത് പറഞ്ഞോ, ഈ 2 weeks റെന്റ് ഫ്രീ പീരീഡ് ചോദിക്കുന്നില്ലേ, ആ ഒരു ടൈമിൽ യു ക്യാൻ ജസ്റ്റ് കം ടു ദ പ്രോപ്പർട്ടി ആൻഡ് സീ വാട്ട് സോർട്ട് ഓഫ് വർക്ക്സ് യു ആർ ഡൂയിങ്. മനസ്സിലായില്ലേ? ഇപ്പം പാടാണെന്നോ? ഇങ്ങനെ പറഞ്ഞു നോക്ക്. ഒരു ടെനന്റ് ആണെന്ന് വെച്ചോ, താമസിക്കാൻ പോവാന്ന് വെച്ചോ, എന്നാ ദാറ്റ്സ് ഫൈൻ. കാരണം Day 1 തൊട്ട് അവിടെ താമസിക്കാൻ പോവാ. പക്ഷെ ആ ഒരു പ്രോപ്പർട്ടി പുള്ളിക്കാരൻ തന്നു കഴിഞ്ഞാലും അന്ന് തൊട്ട് ആളെ കയറ്റാൻ പറ്റത്തില്ല. കാരണം അറിയാമല്ലോ, കാരണം ആളെ കയറ്റണമെങ്കിൽ പ്രോപ്പർട്ടി ഉദ്ദേശിച്ച കണ്ടീഷനിലാവണമല്ലോ. അപ്പൊ ആ ഒരു കണ്ടീഷനിലാക്കാൻ വേണ്ടി ഒരു 2 weeks വേണ്ടേ?
അതിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, മനസ്സിലായില്ലേ? ജസ്റ്റ് ഒരു റൂം ഒഴിഞ്ഞു കിടക്കുന്നത്, അല്ലെങ്കിൽ വാൾപേപ്പർ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പെയിൻ്റ് അടിക്കണം, അല്ലെങ്കിൽ ഇവിടെ ഒരു സൈഡ് ടേബിൾ വാങ്ങിച്ചിടണം, അത് അസംബിൾ ചെയ്യണം, അത് ഓർഡർ ചെയ്യണം, കിട്ടാൻ ടൈം എടുക്കും, അതുപോലത്തെ കാര്യങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു 10 to 14 days ചോദിക്കുന്നത്. അല്ലാതെ ഇന്ന് പ്രോഫിറ്റ് മേക്ക് ചെയ്യാനൊന്നുമില്ല. അതാകുമ്പം എന്നാണോ കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് തൊട്ട് വാടകക്കാർ കയറും. അന്ന് വാടകക്കാരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ പ്രശ്നമാണ്, ലാൻഡ് ലോഡ് അറിയേണ്ട കാര്യമില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് പ്രോപ്പർട്ടി ഷുഡ് ബി റെഡി ടു ബി ഓക്യുപ്പൈഡ്. അതുപോലും അല്ലാന്നുണ്ടെങ്കിൽ നഷ്ടം വരും. സോ അതുകൊണ്ട് മാത്രമേ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. ഒന്ന് ക്ലിയർ ആക്കി കൊടുത്താൽ മനസ്സിലാവും, അത്രേ ഉള്ളൂ. സിമ്പിൾ കാര്യം അത്. അപ്പൊ സോഴ്സിന്റെ ഇത് സോളിസിറ്ററിന്റെ പിന്നെ അയാള് സോളിസിറ്ററിന്റെ അടുത്ത് ചോദിച്ചിട്ട് അയാൾക്ക് സോളിസിറ്റർ ഉണ്ട് പരിചയത്തിൽ. അപ്പൊ നമ്മുടെ അയച്ചതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു നോക്കിയിട്ട് നാളെ പറയാം. പിന്നെ പുള്ളി റെഡി ആണോ എന്ന് പറഞ്ഞു, ആ രീതിയിൽ സംസാരിച്ചു. എന്തായാലും പ്രോപ്പർട്ടി എനിക്ക് തരാന്നുള്ള രീതിയിൽ ഓക്കെയാണ്. പിന്നെ ഇനി ഒരു പ്രശ്നമേ വരത്തുള്ളൂ. ഈ സോളിസിറ്റർ എന്ന് പറയുമ്പോൾ ഈ പ്രോപ്പർട്ടി ആയിട്ട് ഡീൽ ചെയ്യുന്ന ആളാണെങ്കിൽ മാത്രമേ അവർക്ക് ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. അപ്പം അവർ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യാതിരിക്കണം, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പം എപ്പോഴും ഇങ്ങനത്തെ കോൺട്രാക്ട്സ് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇഷ്യൂ ഇല്ല. വായിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും എന്താണ് സംഭവം എന്ന് മനസ്സിലാവും. കമ്പനിയുടെ പേരിൽ എടുക്കുന്നത്, എന്നിട്ടാണ് സബ്മിറ്റ് ചെയ്യുന്നത്. സോ വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ലീഗൽ. AST കോൺട്രാക്റ്റ് അല്ല, കമ്പനി ലെറ്റ് അഗ്രിമെൻ്റ് ആണ്. അതുകൊണ്ട് ഇഷ്യൂസ് ഒന്നുമില്ല. അതുപോലത്തെ കാര്യങ്ങളെല്ലാം അറിയായിരിക്കും, കുഴപ്പമില്ലായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്കൊന്നുകൂടെ സംസാരിക്കാം പുള്ളിയുടെ, അപ്പം മനസ്സിലാവും. ഇത് ആദ്യം ബ്രോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെയാണ് വേണ്ടി വരുന്നത് എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്, അല്ല എഴുതിയിട്ട് നോക്ക്. അത് എഴുതിയിട്ടിട്ട് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു ലിവിംഗ് റൂം ഒഴിഞ്ഞു കിടക്കുന്നു. ഇപ്പം ബ്രോ പറയുന്ന അവിടെ ഒരു കട്ടിൽ വേണം, 2 സൈഡ് ടേബിൾ വേണം, ഒരു വാർഡ്രോബും വേണം. അപ്പം അത്രയും വേണം. പിന്നെ കിച്ചണിൽ ഇന്ന സാധനം മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ എല്ലാ ഡോറിൻ്റെയും മറ്റേ സ്പ്രിങ് മിസ്സിംഗ് ആണ്. ഇതുപോലെ എന്തൊക്കെയുണ്ടെന്ന് നോട്ട് ചെയ്തിട്ടാൽ നമുക്കൊരു ക്വിക്ക് കാൽക്കുലേഷൻ ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ ഒരു 3000 4000 അതിനകത്തൊക്കെ നിൽക്കാനേ ചാൻസ്. ഞാൻ വെറുതെ ഗസ്റ്റ് അടിച്ച കേട്ടോ, പക്ഷെ എന്നാലും അതിന് മുകളിൽ പോകാൻ ഒട്ടും ചാൻസ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ആവാനേ ചാൻസ് ഉള്ളൂ, അതിൽ കൂടാൻ ഒട്ടും ചാൻസ് ഇല്ല. പക്ഷെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, ഒരു 500 പൗണ്ട് വെച്ച് മന്ത്ലി കെട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര നാൾ കൊണ്ട് ആ 3000 ഒറ്റയടിക്ക് കയ്യിലിരിക്കും. മനസ്സിലായില്ലേ? 2 മാസം കൊണ്ട് 1000 പൗണ്ട് കയ്യിലാ, ഈസി ആയിട്ട്. പിന്നെ കിടക്കുക 5 വർഷം, എല്ലാ മാസവും പ്രോഫിറ്റ് ആയിരിക്കും വരാൻ പോകുന്നത്. ഒരു ടെനന്റ് കയറി കഴിഞ്ഞാൽ അറിയാമല്ലോ, അവർ അറ്റ്ലീസ്റ്റ് ഒരു വർഷത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല. റെഫറൻസിങ് ചെയ്താൽ വാടക കിട്ടുന്ന ടെനന്റും ആയിരിക്കും. അപ്പോൾ അത്രയും നാൾ പിന്നെ അത്രയും ജോലി കുറഞ്ഞു കിട്ടി, അത്രയും ഇൻകം കൂടിക്കൊണ്ടിരിക്കില്ലേ കമ്പനിയുടെ പേരിൽ. ബിസിനസ് ഇൻകം അത്രയും കൂടുതലായി കഴിഞ്ഞു. പിന്നെ 1-2 എടുക്കുക, സോഴ്സ് ചെയ്യുക, അവിടെ ഇവിടെ ഒരു 3-4,000 വെച്ചൊക്കെ കിട്ടും. ഫുൾ ടൈം ഇതിലോട്ട് ആക്കണം. അറ്റ്ലീസ്റ്റ് ഒരു പാർട്ട് ടൈം ഇവിടെ വർക്ക് ചെയ്യുന്നിടത്ത് പാർട്ട് ടൈം ആക്കിയിട്ടെങ്കിൽ ഇങ്ങോട്ട്. അതെ, ഗ്രാജുവലി ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്താൽ മതി. ഇപ്പൊ ഇവിടുന്ന് നമ്മളെ ബിസിനസ് ചെയ്യുന്ന ഇൻകം കൂടുന്നതനുസരിച്ച് മറ്റേ സൈഡ് അഡ്ജസ്റ്റ് ചെയ്ത് ടൈം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കും പ്രോപ്പർട്ടിയിലെ. അപ്പോഴത്തേക്ക് ഇപ്പൊ കണ്ടല്ലോ, ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്തെ എന്താ സംഭവിച്ചതെന്ന് കണ്ടല്ലോ. സോറി, ആ വീഡിയോ പകുതി വെച്ച് സ്റ്റോപ്പായി പോയി, കാരണം ക്യാമറയുടെ ബാറ്ററി തീർന്നു. സോ ആ പ്രോപ്പർട്ടി ഡെഫിനറ്റ്ലി വർക്കിംഗ് ആണ്, നല്ല പ്രോപ്പർട്ടി ആയിരുന്നു. പ്രോഫിറ്റ്സും ഡീസൻ്റ് ആണ്. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞുതരാം. ആ ഒരു പ്രോപ്പർട്ടീൻ്റെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കര കുറവാണ്. അതാണ് ആ ഒരു പ്രോപ്പർട്ടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഈ പ്രോപ്പർട്ടി ഞാൻ സ്റ്റുഡൻ്റെ അടുത്ത് പറഞ്ഞു, കാരണം എടുക്കാൻ പോകുന്ന ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ്. അവൻ ആണോ സോസിയാണോ എന്നറിയില്ല, ടോട്ടലി. അപ്പോൾ ഈ പ്രോപ്പർട്ടി പിന്നെ എടുക്കാനാണെങ്കിലും പിന്നെ അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് അണ്ടർ 5,000 വരുന്നുള്ളൂ ടോട്ടൽ എക്സ്പെൻസ്. എങ്ങനെ വന്നാലും അണ്ടർ 5,000 ആയിരിക്കും. അപ്പം കയ്യിൽ നിന്ന് നമുക്ക് എടുക്കാനുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ മന്ത്ലി ഒരു 500 പൗണ്ട് വെച്ച് കിട്ടും. അപ്പം 500 പൗണ്ട് വെച്ച് കിട്ടുകയാണെങ്കിൽ ഈസി ആയിട്ട് 10 മാസം കൊണ്ട് കയ്യിൽ നിന്നിട്ട കാശ് മൊത്തം തിരിച്ച് കിട്ടുമല്ലോ. പിന്നെ പറഞ്ഞ കണക്ക് തന്നെ ലാൻഡ് ലോഡ് എത്ര നാളത്തേക്ക് തരാനും ലാൻഡ് ലോഡ് ഹാപ്പിയാണ്. അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ഡീൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം റയർലി ഇതുപോലത്തെ നല്ല ലാൻഡ് ലോഡ്സിനെ കിട്ടും. ഒബ്വിയസ്ലി പ്രോപ്പർട്ടി സെക്യൂർ ആയിട്ടില്ല, ലാൻഡ് ലോഡ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്, HMO ലൈസൻസിൻ്റെ കാര്യങ്ങൾ, അതുപോലെ ഫിഗേഴ്സൊക്കെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യണം. റെൻ്റ് ഒക്കെ കിട്ടുന്നത് എത്രയാണെന്ന് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ എല്ലാം ഒരു എസ്റ്റിമേറ്റ് മാത്രമാണ്. അപ്പം ഡെഫിനറ്റ്ലി പ്രോപ്പർട്ടി വർക്കാവുന്നത് നമുക്ക് കൺഫേം ആയിട്ടുണ്ട്. നമുക്ക് എങ്ങനെ നോക്കിയാലും പക്ഷേ സോഴ്സ് ചെയ്യാൻ നേരത്തെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടല്ലോ, അത്ര പ്രോഫിറ്റബിൾ ആയിരിക്കില്ല, കുറച്ച് പ്രോഫിറ്റ്സ് കുറവായിരിക്കും. കാരണം ഇത് മാനേജ് ചെയ്ത് കൊടുക്കണമല്ലോ. കാരണം ചില ഇൻവെസ്റ്റേഴ്സ് സ്വന്തമായിട്ട് മാനേജ് ചെയ്യും. അപ്പോൾ അവർ തന്നെ മാനേജ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. കാരണം
മാനേജ്മെൻറ്റ് ഫീ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നില്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് അവരാരെങ്കിലും കൊണ്ട് മാനേജ് ചെയ്യിപ്പിക്കാറാണ്. അപ്പോൾ മാനേജ് ചെയ്യിപ്പിക്കും മാനേജ്മെൻറ്റ് ടീം വിച്ച് ഇസ് ആയിരിക്കും മാനേജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 10% കമ്മീഷൻ ചാർജ് ചെയ്യും. അപ്പം 10% കമ്മീഷൻ കുറയാൻ നേരത്ത് അത്രയും എമൗണ്ട് ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് പിന്നെയും കുറയുവാണ് ഇൻവെസ്റ്ററിൻ്റെ കയ്യിലേക്ക് എത്താൻ നേരത്താണ്. അപ്പം സ്റ്റിൽ സോഴ്സിങ് ഫീ കിട്ടും എനിവേ 2,000 to 4,000 പൗണ്ട് എത്രയെങ്കിലും ഒരു എമൗണ്ട് ആയിരിക്കും ഡിപ്പെൻഡിങ് ഓൺ പ്രോഫിറ്റ്. അപ്പം ഇൻവെസ്റ്ററിന് അത്രയും ഒരു എമൗണ്ട് കുറയും കിട്ടുന്നതെന്ന്. അപ്പോൾ ഇൻവെസ്റ്റർ അത് ഹാപ്പി ആണെങ്കിൽ ദാറ്റ്സ് ടോട്ടലി ഫൈൻ. കാരണം എനിവേ ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റർ കയ്യിൽ നിന്ന് ഇടാൻ പോകുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ 5,000 അണ്ടർ 5,000 ആണെങ്കിൽ ഇൻവെസ്റ്ററിന് ഒരു എക്സ്പെൻസും കൂടെ വരുന്നുണ്ട്. കാരണം പ്രോപ്പർട്ടി സോഴ്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഇൻവെസ്റ്റർ സപ്പോസ് ടു പേ സോഴ്സിങ് ഫീ. അപ്പം ഇൻവെസ്റ്ററിന് കുറച്ചും കൂടെ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുകയും ചെയ്യും, മന്ത്ലി കിട്ടുന്ന പ്രോഫിറ്റ് കുറയുകയും ചെയ്യും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ചെറുതായിട്ട് കുറയും. പക്ഷേ പ്രോപ്പർട്ടി ഡെഫിനറ്റ്ലി വർക്കാവും, നല്ല ഡീലാണ്, ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടമാണെങ്കിൽ തന്നെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അറിയാമല്ലോ, ഒന്നാലോചിച്ച് നോക്കി 5 വർഷത്തേക്ക് 500 പൗണ്ട് വെച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാരെ അവിടെ അക്കോമഡേറ്റ് ചെയ്ത് വാടകക്കാർ കയറി കഴിഞ്ഞാൽ പിന്നെ കിട്ടിക്കൊണ്ടിരിക്കുമല്ലോ എല്ലാ മാസവും. അപ്പോൾ അതിലും വലിയ നല്ല ഫീലിംഗ് വേറെ ഇല്ലല്ലോ. നമ്മൾ ടൈം ട്രേഡ് ചെയ്ത് പോയി ജോലിയൊന്നും ചെയ്യുമല്ലോ, നമുക്ക് ആ പ്രോഫിറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കില്ലേ വാടകക്കാർ കയറി കഴിഞ്ഞാൽ. അസ്യൂമിങ് ദ ടെനൻസ് വിൽ പേ. അപ്പം ഒബ്വിയസ്ലി നമ്മൾ അങ്ങനത്തെ ടെനൻസിനെ എടുക്കത്തുള്ളൂ. റെഫറൻസിങ്, ക്രെഡിറ്റ് ചെക്ക്, അഫോർഡബിലിറ്റി ഇതെല്ലാം ചെയ്തിട്ടായിരിക്കും നമ്മൾ ടെനൻസിനെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത്രയും ചെക്ക് ചെയ്യണം സോ ദാറ്റ് വി ക്യാൻ മേക്ക് ഷുവർ it's gonna make profit every month. So that was a short clip of today's video. I hope you all like it. See you then.